ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കാൻ പറ്റുക? അപ്പൊ സാറ് മറുപടി പറഞ്ഞു, ചോദ്യം ചോദിച്ചവൻ പോത്താണെങ്കിൽ എരുമയെ കല്യാണം കഴിക്കുന്നത് ധാർമ്മികമായിട്ട് ശരിയാണ്. അവിടെ കല്യാണം കഴിക്കലും സെക്സ് നടത്തലും കുട്ടികൾ ഉണ്ടാക്കുന്നതും സ്വർഗത്തിലുണ്ടോ? സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു എപ്പിസോഡിൻ്റെ താഴെ ഒരു സ്നേഹിതൻ എന്നോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണല്ലോ, എന്നിട്ട് എങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ പോയി പെട്ടത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കമൻ്റ് പ്രകാരം ബുദ്ധിയുള്ളവർക്ക് പറ്റിയ സഭയല്ല കത്തോലിക്ക സഭ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം, അദ്ദേഹം കത്തോലിക്ക സഭയെ കണ്ടിട്ടുള്ളത് കുറച്ച് അച്ഛന്മാർ, അല്ലെങ്കിൽ കുറച്ച് ആത്മായ നേതാക്കൾ, സിസ്റ്റേഴ്സ്, അദ്ദേഹമായിട്ട് ഇടപെടുന്ന ചിലരാണ് കത്തോലിക്ക സഭ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണത്. പക്ഷേ വളരെയധികം ബുദ്ധിമാന്മാർ സ്നേഹപൂർവം സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള സഭയാണ് കത്തോലിക്ക സഭ. അതിൻ്റെ കാരണം, കത്തോലിക്ക സഭയുടെ പല കാഴ്ചപ്പാടുകളും വളരെ പുരോഗമനപരമാണ്. നിരീശ്വരവാദികളും സ്വർഗത്തിൽ പോയേക്കാം എന്ന് പറയുന്ന ചിന്താരീതിയുള്ള അനേകം ആളുകൾ കത്തോലിക്ക സഭയിലുണ്ട്. സ്വതന്ത്ര ചിന്തകരെല്ലാവരും വിശ്വാസത്തെ നശിപ്പിക്കുന്നവരാണ് എന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് ചിന്തയില്ല. അപ്പം അത്രയ്ക്കും പുരോഗമനപരമായ ഒരു ഭാഗം കത്തോലിക്ക സഭയുടെ അകത്ത് കിടക്കുന്നത് ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ തുടരുന്നത്. പ്രിയമുള്ളവരെ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് നരകത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട്. അത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സഭയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികൾക്കും കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കാരണം ഞാൻ നിരീശ്വരവാദീനിൻ, സ്വതന്ത്ര ചിന്തകനിൻ, എല്ലാ മതത്തിൽപ്പെട്ടവനിൻ ഉൾക്കൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിനോട് എനിക്ക് പ്രത്യേകം വിരോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അവരുടെ പഠിപ്പിക്കലുകളിൽ അവർ ഖുറാനിൽ മുസ്ലിമുകളുടെ സ്വർഗത്തിൽ ഹൂറികളാണ്, അവിടെ സെക്സാണ്, മദ്യപ്പുഴയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖുറാനിനെ വിമർശിക്കുന്നത്. പക്ഷെ അവർക്കൊരിക്കലും എന്താണ് ക്രിസ്ത്യൻ സ്വർഗം, ക്രിസ്ത്യൻ നരകം എന്ന് പറയാൻ കഴിയുന്നില്ല. ക്രിസ്ത്യൻ സ്വർഗം എന്താണ്? പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം അതാണ്. എന്താണ് ശരിയെങ്കിൽ പറയുക. അപ്പോൾ സ്വതന്ത്ര ചിന്തകനായ രവിചന്ദ്രനും ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മനുഷ്യൻ്റെ പൂർത്തീകരിക്കപ്പെടാനാകാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് മതങ്ങൾ സ്വർഗത്തെ കാണുന്നത്. അങ്ങനെയല്ല കാണുന്നതെന്ന് തിരിച്ചു പറയാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ തന്നെ ആളുകളെയാണ് ഇതിന് കുറ്റപ്പെടുത്തുള്ളൂ. പ്രിയമുള്ളവരെ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഴയ നിയമത്തിലെ ചിന്തകളുമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയണമെങ്കിൽ ആദ്യമേ തന്നെ തത്വചിന്തകർ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ആ വാക്കുകൾ അറിഞ്ഞാലാണ് ഈ ബൈബിളിനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ആ വാക്കുകൾ രണ്ടെണ്ണം ഇതാണ്: പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്. അങ്ങനെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഭാഷാപ്രയോഗമാണെന്ന് തോന്നും. പക്ഷേ വളരെ കൃത്യമായിട്ട് എന്താണ് പാസീവ്, പാഷൻ എന്താണ്, ആക്ഷൻ എന്താണ് എന്ന് നിങ്ങൾ ദക്കാർത്തിൻ്റെയോ
അല്ലെങ്കിൽ ഇമ്മാനുവൽ കാന്റിൻ്റെയോ ഒക്കെ ബുക്കുകൾ പരിശോധിച്ചാൽ പാഷൻ ആക്ഷൻ എന്ന വാക്കിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് സ്വർഗം, നരകം, ശിക്ഷ, വിധി ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബൈബിൾ ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്യുന്ന ആൾക്ക് ഉത്തരവാദിത്തമുള്ള പ്രവൃത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുക. ചെയ്യുന്ന ആൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ പശു പാൽ തരുന്നു എന്നത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം പശുവാണ് പാല് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പശു പാൽ തരുന്നതാണോ പശുവിൽ നിന്ന് പാൽ ലഭിക്കുന്നതാണോ? കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പശുവിൽ നിന്ന് പാൽ എടുക്കുന്നതാണോ? അപ്പം ലത്തീൻ ഭാഷ പരിശോധിച്ചാൽ ആ ഭാഷയിലെ ഗ്രാമറിലാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഞാനറിയാതെ തന്നെ കടന്നു വരുന്നതാണ് പാസീവ്. ഇപ്പം എൻ്റെ കൺമുമ്പിൽ ഞാനൊരു മാവ് കാണുന്നു, ആ മാവിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ പതിയുന്നു. ആ മാവിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ പതിയാൻ എൻ്റെ അനുവാദം ആവശ്യമില്ല. പക്ഷേ അത് മാവാണ്, അത് തെങ്ങല്ല എന്ന് പറയാൻ എൻ്റെ വില്ല്, എൻ്റെ തീരുമാനം ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ചെയ്യുന്നതാണ് ആക്റ്റീവ്. എൻ്റെ തീരുമാനം കൂടാതെ എന്നിലേക്ക് കടന്നു വരുന്നതും എന്നിൽ നിന്ന് വരുന്നതാണ് പാസീവ്. എൻ്റെ ഹൃദയം പിടിക്കുന്നുണ്ട്, അത് ആക്റ്റീവല്ല. എൻ്റെ കണ്ണ് ഇമ വെട്ടുന്നുണ്ട്, അത് ആക്റ്റീവല്ല, പാസീവാണ്. അപ്പോൾ ആക്റ്റീവ്, പാസീവ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ പ്രകാശം തരുന്നതാണോ സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നതാണോ? അവിടെ എടുക്കുന്നത് പോലുമല്ല. മാവ് മാങ്ങ തരുന്നതാണോ മാവിൽ നിന്ന് മാങ്ങ ലഭിക്കുന്നതാണോ? അപ്പം ഇതാണ് മലയാളത്തിലെ കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശിക്ഷയെ കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരുവൻ കൈ കൊണ്ടുപോയിട്ട് തീയിൽ തൊട്ടു. അപ്പോൾ ആ കൈ തീയിൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൈ സ്വാഭാവികമായിട്ടും പൊള്ളും. ഒരുവൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി, അവൻ താഴെ വീണ കാലൊടിയും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഒരു കുട്ടി പറമ്പിലൂടെ ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ അമ്മ പറയാണ്, മോനെ നീ അതിലെ ഓടല്ലേ, കിണറ്റിൽ വീഴും. അപ്പോൾ ഉടൻ തന്നെ ആ കുട്ടി അമ്മ പറയുന്നത് കേൾക്കാതെ ഓടി കിണറ്റിൽ വീണു. ഇത് കണ്ടു നിന്ന ഒരാൾ പറയുകയാണെന്ന് കരുതുക. അമ്മ പറഞ്ഞത് കേൾക്കാത്ത കാരണം അമ്മ കുട്ടിയെ കിണറ്റിൽ ഇട്ടു എന്ന് പറയുന്നതാണോ ശരി? അമ്മ പറയുന്നത് കേൾക്കാത്ത കാരണം കുട്ടി പോയി കിണറിൽ വീണു എന്ന് പറയുന്നതാണോ ശരി? അപ്പൊ ഇവിടെ ആദ്യത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ വീഴ്ച അമ്മയുടെ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ കുട്ടിയുടെ വീഴ്ച കുട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അപ്പൻ കുട്ടിയോട് പറയാണ്, മോനെ നീ ആ പാരഫിറ്റുമേ കളിക്കല്ലേ, ടെറസുമേ കളിച്ചാൽ നീ താഴ്ത്തിക്ക് വീഴും, താഴ്ത്തിക്ക് വീണാൽ നിന്റെ കൈയൊടിയും. ആ കുട്ടി കളിച്ചു, താഴ്ത്തിക്ക് വീണു, കൈയൊടിഞ്ഞു. ചിലർ പറയുന്നത് ആ അപ്പം പറഞ്ഞത് കേൾക്കാത്ത കാരണം കുട്ടിയുടെ കൈ ഒടിച്ചു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് അപ്പം പറഞ്ഞത് കേൾക്കാത്ത കാരണം കുട്ടി വീണ് കുട്ടിയുടെ കൈ ഒടിഞ്ഞു എന്നാണ്. അപ്പൊ കാത്തലിക് ചർച്ചിന്റെ പഠനങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണ് നരകം? അത് ഹെൽ എന്ന് പറഞ്ഞ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ നിങ്ങൾ ഇൻഡെക്സിൽ പരിശോധിച്ചാൽ ഹെൽ എന്നതിൻ്റെ ഉത്തരം കിട്ടും. ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യൻ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ
ചിട്ടകളും അനുസരിക്കാതെ ഒരുവൻ ജീവിച്ചാൽ അവൻ എന്താണോ സ്വാഭാവികമായിട്ട് വരിക അതാണ് നരകം. അല്ലാതെ ദൈവം അവനെ എവിടെ ഇടുന്നില്ല, നരകത്തിൽ ഇടുന്നില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പലതും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവർ തീയിൽ എറിയപ്പെടും. എറിയുന്നല്ല, അവർ തീയിൽ എറിയപ്പെടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് പല സ്ഥലത്തും പാസീവ് വോയിസിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരും ഇത് പകർത്തി എഴുതുന്നവരും ഈ ബൈബിള് ഖുറാന്റെ പോലെയുള്ള വിശുദ്ധിയൊന്നുമില്ല. ഖുറാനാണെങ്കിൽ 1600 കൊല്ലം മുൻപ് എഴുതിയതിൽ നിന്ന് വള്ളി പുള്ളി പ്രൊനൗൺസിയേഷനിൽ പോലും മാറ്റില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ബൈബിളിൽ നിന്ന് അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളില്ല എന്നാണ്. ഉള്ളവരുണ്ടാവും, പക്ഷെ അങ്ങനെ അവകാശപ്പെടാനില്ല. പലതിലും പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് പാസീവ് വോയിസാണ് നരകത്തിനെ കാണുന്നത്. അപ്പൊ സ്വർഗത്തിനെയോ, ആ സ്വർഗത്തിനെയും ഞാൻ കുട്ടിക്കാലത്ത് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഞാൻ തന്നെയാണ് എൻ്റെ നരകവും എൻ്റെ സ്വർഗവും സൃഷ്ടിക്കുന്നത്. വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യഭിചാരം ചെയ്യുന്ന ഒരുവനെ വേറെ നരകത്തിലൊന്നും കൊണ്ടിടണ്ട. അവൻ്റെ ജീവിതാവസാനം വരെ അവന് ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ മനസ്സും ശരീരവും തകർന്നു പോകും. മയക്കുമരുന്ന് വലിക്കുന്നവനെ ആരും നരകത്തിലൊന്നും കൊണ്ടിടണ്ട. അവൻ മയക്കുമരുന്ന് വലിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ അടിമയാവും. അവൻ പാസീവായി പോവും. അവൻ്റെ ബുദ്ധിയുടെ കംപ്ലീറ്റ് കഴിവില്ലാതാകും. പക്ഷേ ഇത്തരം ഒരു കാര്യം മനസ്സിലാകാതെ അപ്പോൾ പഴയ നിയമം വായിച്ചാൽ പഴയ നിയമത്തിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ പുതിയ നിയമത്തിൽ സ്വർഗമാണെങ്കിൽ പോലും നമ്മൾ പ്രവർത്തിച്ചാൽ, അതായത് അന്തിമവിധിയെക്കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷത്തിലെ വാചകങ്ങളിൽ ഇങ്ങനെയാണ്: ഞാൻ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞപ്പോൾ യേശു പറയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് അകന്നു പോകാൻ. അപ്പൊ ബേസിക്കലി നീതി എന്താണ് എന്ന് അന്വേഷിക്കണം. ആ നീതി പ്രവർത്തിക്കാത്തവരെ അത് വേറെ നരകത്തിലിടേണ്ട ആവശ്യമില്ല. അനീതി പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവുന്ന ഒരു തകർച്ചയുണ്ട്, അത് ഇറ്റേണലാണ്. ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ എന്തുകൊണ്ടാണ് ദൈവത്തെയും ഈ നരകത്തിലിടുന്ന ഒരാളാണ്, ശിക്ഷിക്കുന്ന ഒരാളാണ് എന്ന് വരാനുള്ള കാരണം അത് പഴയ നിയമത്തെ വായിച്ച് 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 അങ്ങനെയുള്ള ഒരാശയത്തിലേക്ക് മനുഷ്യന് വരാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുൻപാണ് രാമായണത്തിൻ്റെ ഒരു സമ്പൂർണ്ണ വ്യാഖ്യാനം ദൂരദർശൻ TV ഉണ്ടായി. അവസാനത്തെ 3 എപ്പിസോഡ് അവർ കാണിച്ചില്ലേ. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവസാനത്തെ 3 എപ്പിസോഡ് കാണിച്ചാൽ കുറെ പേര് ആത്മഹത്യ ചെയ്യുമെന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചില്ല. പക്ഷേ അതിനുശേഷം കുഞ്ചാക്കോ ബൈബിളിനെ കുറിച്ച് ഒരു സീരിയൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ സൃഷ്ടി, രണ്ടാമത്തെ എപ്പിസോഡിൽ പാപം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ആദാമിനെയും ഹവ്വേനെ. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് സുകുമാർ അഴീക്കോട് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗം ഇതാണ്: ദൈവം ഇത്ര സ്നേഹസമ്പൂർണനാണെങ്കിൽ എന്തുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇതാണ് ചോദ്യം. ആ ചോദ്യം മനസ്സിലാവണമെങ്കിൽ, ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസും കൃത്യമായിട്ട് അറിയുന്നവർക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ള ആളുകൾ ആക്റ്റീവ് വോയിസിൽ എഴുതണം. കാരണം പഴയ നിയമവും പുതിയ നിയമവും ഒരു വ്യത്യാസം പ്രധാനമായിട്ട് കിടക്കുന്നത്
പഴയ നിയമത്തിലെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവം സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. പുതിയ നിയമത്തിൽ അത് മനുഷ്യനാണ് പ്രോട്ടോഗണിസ്റ്റ്. മാൻ, മനുഷ്യപുത്രനാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ പഴയ നിയമത്തിലെ ഈ ദൈവം സംസാരിക്കുമ്പോൾ അത് മനുഷ്യനിലൂടെയാണ് ഇത് പറയണത്. അവൻ ദൈവത്തിലെ ആട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യണു? അവന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് അവനോട് നന്മ ചെയ്യുന്നവനെ അവൻ നന്മ ചെയ്യും, അവനോട് തിന്മ ചെയ്യുന്നവരെ അവൻ തിന്മ ചെയ്യും. ഓരോ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടില്ലേ? നീ നല്ലവനാണെങ്കിൽ ഞാനും നല്ലവനാണ്, നീ ചെറ്റയാണെങ്കിൽ ഞാൻ മഹാ ചെറ്റയാണ്. കേട്ട, അതാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവത്തെയാണ് അന്ന് എഴുതി വെച്ചവർ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം മനുഷ്യന് സ്വന്തം സ്വഭാവത്തിലൂടെ അല്ലാതെ ദൈവത്തെ കാണാൻ വഴിയില്ലേ. കാരണം അതാണ് അവനാകെ അറിയാവുന്ന കാര്യം. അങ്ങനെ എഴുതി വെച്ചതിനകത്തും ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ഉണ്ടെന്നാണ് പറയണത്, അവരങ്ങനെ എഴുതി വെച്ചാലും. കാരണം ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് ഏറ്റവും മനോഹരമായ ഒരു അടിത്തറയാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ തിസിസിലേക്ക് തിരിച്ചു വരാം. അപ്പം അവിടെ മനുഷ്യൻ ചെയ്യുന്നതിന് അവനുള്ള നീതി സങ്കല്പം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ പോകുവിൻ. നീതി എന്നാൽ എന്താണ്? പലരുടെയും ധാരണ നീതി എന്നാൽ എന്താണ്? നീ എന്നോട് നന്മ ചെയ്താൽ ഞാൻ നിന്നോട് നന്മ ചെയ്യും, ഞാൻ നിന്നോട് തിന്മ ചെയ്താൽ ഞാൻ നിന്നോട് തിന്മ ചെയ്യും. നീ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെയാണ് പെരുമാറുക. സോക്രട്ടീസിന്റെ ഡയലോഗുകൾ പ്ലാറ്റോ എഴുതിയതനുസരിച്ച് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ 15 വാചകം പറയുമ്പോഴേക്കും ഈ തിസീസ് അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ജസ്റ്റിസ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പറയാണ്, അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക എന്നതാണ് ജസ്റ്റിസ്. എന്താണ് ഒരുവന്? അതാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പൊ ദൈവം നീതിമാനാണ് എന്ന് പറഞ്ഞാൽ പലരുടെയും നിർവചനം ഈ പ്ലാറ്റോണിക് നിർവചനത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റണില്ലേ. പക്ഷെ യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പുറജാതികളുടെ നീതി അല്ല പരീശന്മാരുടെ നീതിയെ അതിജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ നീതിക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡിനപ്പുറത്ത് അതിജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സ്വർഗരാജ്യത്തിൽ പോകുക, പ്രവേശിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യു കനോട്ട് ക്രിയേറ്റ് കിങ്ഡം ഓഫ് ഗോഡ് ഇൻ എർത്ത്. അപ്പം നമ്മൾ എന്തിനാ ജീവിക്കണത്? നമ്മൾ ജീവിക്കണത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് പറയുന്നത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാൻ. അപ്പം എന്താണ് മനുഷ്യന്റെ ദൗത്യം? ഈ ഭൂമിയിൽ സ്വർഗം നിർമ്മിക്കുക എന്ന് തന്നെയാണ്. അതിനൊരു നീതി വ്യവസ്ഥ വേണം. ആ നീതി വ്യവസ്ഥയുടെ അടിത്തറ പഴയ നിയമം നൽകുന്നത്, നീ നല്ലവനാണെങ്കിൽ ഞാനും നല്ലവനാണ്, നീ ചെറ്റയാണെങ്കിൽ ഞാനും ചെറ്റയാണ്. അത് നമ്മുടെ വീട്ടിലെ പട്ടി ചെയ്യില്ലേ? നിങ്ങൾ തീറ്റ കൊടുത്താൽ അത് നക്കും, അറിയാണ്ടൊന്ന് ചവിട്ടി നോക്കിയേ, അപ്പ കടിക്കും. അത് യജമാനാണോന്നറിയില്ല, അത് ഇൻസ്റ്റിങ്ച്വലായിട്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലവനോട് നല്ലത് കാണിക്കും, ചീത്തവനോട് ചീത്തത് കാണിക്കും എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഒരു പട്ടിയുടെ സ്റ്റാൻഡേർഡിലേക്ക് തരം താഴ്ത്തുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. കാരണം ആൾക്കാരുടെ വിചാരം അതാണ്, മനുഷ്യന്റെ വിചാരം അതാണ് നീതി എന്നാണ്. പക്ഷെ യേശു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാരുടെ മേലും അനീതിമാന്മാരുടെ പേരും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ് ദൈവം. നല്ലവനോടും ചീത്തവനോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്നവനാണ് ദൈവം. അപ്പൊ അതിനെയാണ് സ്നേഹം എന്ന് നിർവചിക്കുന്നത്. അപ്പൊ സ്വതന്ത്ര ചിന്തകരെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കാതെ അവരെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ലേ. അവര് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അത് ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിൽ
PM മാത്യു വെല്ലൂരാണ് സെക്സിനെ കുറിച്ച് ഒരു പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, എന്ത് സാറേ, എനിക്ക് ഒരു എരുമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സാറ് മറുപടി പറഞ്ഞു, ചോദ്യം ചോദിച്ചവൻ പോത്താണെങ്കിൽ എരുമയെ കല്യാണം കഴിക്കുന്നത് ധാർമ്മികമായിട്ട് ശരിയാണെന്ന്. അവൻ അറിയേണ്ടത് അതാണ്, എരുമയെ കല്യാണം കഴിക്കുന്നത് ആഗ്രഹമുണ്ട്, അത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ആള് മറുപടി പറഞ്ഞു, നീ പോത്താണെങ്കിൽ എരുമയെ കല്യാണം കഴിക്കുന്നത് തെറ്റല്ലാന്ന്. അങ്ങനെയുള്ള ഒരു മറുപടി പോലെയാണ് പലപ്പോഴും സ്വതന്ത്ര ചിന്തകർക്ക് നമ്മൾ മറുപടി കൊടുക്കണേ. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന അങ്ങനെ മറുപടി പറയരുതെന്നാണ്. വിശുദ്ധ അഗസ്റ്റിൻ വന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കുട്ടി ഒരു അച്ഛനോട് ചോദിച്ചു, ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് എന്താണ് ചെയ്തിരുന്നത്? ഉടൻ തന്നെ അച്ഛൻ മറുപടി കൊടുത്തു, ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന നിന്നെ പോലുള്ളവരെ ഇടാനായിട്ട് നരകുണ്ടാക്കുകയായിരുന്നു. അപ്പൊ അത്തരം മറുപടികൾ അപകടങ്ങളാണ് വരുത്തുക, പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് സെന്റ് അഗസ്റ്റിൻ പറയണേ. അപ്പൊ സ്വതന്ത്ര ചിന്തകരുടെ ചോദ്യം വളരെ കറക്റ്റാണ്. അതായത് ദൈവം നരകത്തിലിട്ട് വിറകുള്ളി പോലെ പൊരിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളുടേതെങ്കിൽ ആ ദൈവം സാധാരണ തെരുവുതണ്ടിയിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എന്ത് സ്വഭാവമുള്ളതെന്ന് ഒരാൾ ചോദിച്ചാൽ അതിലെന്താണ് തെറ്റ്? ഞാൻ തെറ്റ് കാണുന്നില്ലേ? ഇവിടെയാണ് യേശു പഠിപ്പിച്ച ദൈവത്തിനെ കുറിച്ചുള്ള ധാരണകൾ ആകെ തലതിരിച്ചതാവുന്നത്. നിന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നെ ദ്രോഹിക്കുന്നവരിൽ നീ സ്നേഹിച്ചാൽ നീ സ്വർഗസ്നായ പിതാവിൻ്റെ മകനായി തീരും. അപ്പോൾ നിനക്ക് ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് തിരിച്ചറിയും. അപ്പൊ നിനക്ക് മനസ്സിലാകും, നീ തെറ്റ് ചെയ്താൽ പോലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ പഴയ നിയമത്തിന് അങ്ങനെ ഒരു സങ്കല്പമില്ല. അവിടെയുള്ള നീതി സങ്കല്പം എന്ന് പറയുന്നത് ഈ അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക എന്ന നീതി സങ്കല്പമാണ്. ആ നീതി സങ്കല്പം അനുസരിച്ചിട്ടാണ് ഇന്നും പല ക്രിസ്ത്യാനികളും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പഴയ നിയമത്തോട് ഇത്ര അട്രാക്ഷൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയണത്, ഇപ്പൊ ദൈവം ക്ഷമിച്ച് നിൽക്കണ്, ഇന്നൊരു സമയം വരും, അപ്പൊ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കും. നീതിമാനല്ലേ ദൈവം? എന്നോട് ചോദിക്കണത്. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുത്താൽ മാത്രമേ അത് നീതിയാവുള്ളൂ എന്നാണ്. അതിനപ്പുറത്തുള്ള വേറൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ലേ, അങ്ങനെ ഒരു സ്വഭാവത്തെക്കുറിച്ചോ. അതെന്താണെന്ന് നിങ്ങൾ ധ്യാനിക്കേ കൂടുതലായിട്ട്. അപ്പൊ ഇതാണ് നരകത്തെക്കുറിച്ച് ഉള്ള സങ്കല്പം. ദൈവം മനുഷ്യനെ നരകത്തിലിട്ട് പൊരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ക്രിസ്ത്യാനി പറയുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനി ഒന്നുകൂടി നന്നായി ചിന്തിക്കാൻ ഞാനൊന്ന് പറയാണ്. ഇനി ചിലർ പറയുന്നത് ഞാൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു എന്നാണ്. ആരും എന്നെ പിന്തുടരണ്ട എന്നാണ് എനിക്ക് ദയവ് ചെയ്ത്. നിങ്ങൾക്ക് പ്രവാചകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും രാഷ്ട്രീയ നേതാക്കളും ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളാരും എന്നെ പിന്തുടരണമെന്നില്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലപ്പോൾ തെറ്റുണ്ടാകാം. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത്, ഒന്ന്, ദൈവം നരകത്തിൽ ആരെയും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാം. അതുകൊണ്ടാണ് മുൻപ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതല്ല, ദൈവത്തെ നിഷേധിക്കുമ്പോൾ മനുഷ്യൻ സ്വയം ഏദൻ തോട്ടത്തിൽ നിന്ന് പോകുന്നതാണ്. ഇനി പലപ്പോഴും ഏദൻ തോട്ടം എന്നല്ല വാക്കല്ല ഉപയോഗിക്കുന്നത്, പറൗസി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പറൗസി എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. പറുദീസ, നഷ്ടം. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ സുകുമാർ അഴിക്കോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ദൈവം പുറത്താക്കിയതാണോ? അല്ല. പിന്നെന്താണ്? ദൈവത്തെ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട്
ട്രാഫിക് നിയമം ലംഘിച്ചാൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം ഇതാണ്. ട്രാഫിക് നിയമം ലംഘിച്ചാൽ, പാർക്ക് ചെയ്യേണ്ടടുത്ത് പാർക്ക് ചെയ്താൽ 10,000 രൂപ ഫൈൻ കൊടുക്കണം. എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. ഇടതുഭാഗത്തു കൂടെ ഓടിക്കുന്നവൻ വലതുഭാഗത്തു കൂടെ ഓടിച്ചാൽ ഫൈൻ അടയ്ക്കുന്ന 100 രൂപയെക്കുറിച്ചല്ല എൻ്റെ ചിന്ത. അങ്ങനെ ഓടിച്ചാൽ എതിർദിശയിൽ നിന്ന് വരുന്നവനെ ഇടിച്ച് അവൻ്റെ കുടുംബം നശിക്കും, അവനും നശിക്കും, ഈ ട്രാഫിക് വ്യവസ്ഥ തന്നെ തകർന്നു പോകും. അങ്ങനെ സമാധാനപരമായ സ്വർഗീയ ജീവിതം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നിയമം ലംഘിച്ചാൽ എന്തുണ്ടാകും? അപ്പൊ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ മോഷ്ടിച്ചാൽ എന്തുണ്ടാകും? ആ കൈ വെട്ടി കളയണം, അതാണ് മോഷ്ടിച്ചാൽ ഉണ്ടാവുന്നത്. അല്ല, നമ്മളൊക്കെ കള്ളന്മാരാവുകയാണെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് പിന്നെ അധ്വാനിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സമൂഹത്തിന്റെ മൊത്തം സാമ്പത്തിക സാമൂഹിക വികസനം ഇല്ലാതാകും. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കലല്ല, അല്ലെങ്കിൽ ദൈവം പ്രളയം വരുത്തുകയല്ല, ദൈവം പ്രസവ വേദനയാക്കുന്നതല്ല. നമ്മൾ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ, ദൈവിക കൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ രാഷ്ട്രവും നശിച്ചു പോകും. അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. പക്ഷേ പലർക്കും നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവർ നരകത്തിൽ കിടക്കണമെന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് ദൈവത്തിനെ സ്വന്തം ഛായയിൽ ദൈവത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ യോനാ പ്രവാചകന്റെ ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിൽ. അതിലെഴുതിയിരിക്കുകയാണ്, ദൈവം പറഞ്ഞു, എടാ പ്രവാചക, ഈ പറഞ്ഞ പോലെ എല്ലാവരോടും പറ, നിങ്ങൾ തെറ്റ് തിരുത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ രക്ഷപ്പെടും. അപ്പൊ യോനാ പ്രവാചകൻ പ്രസംഗിക്കാതെ വീട്ടിൽ പോയിരുന്നു. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്താണെന്നറിയൂ? ഞാൻ പ്രസംഗിക്കുകയും അവർ മനസ്സ് മാറി നല്ലത് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്താൽ അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടില്ലേ? അങ്ങനെ ആ തെണ്ടികൾ സൂഹിക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അതുകൊണ്ട് ഞാൻ അവരോട് ഈ വിശേഷം പറയുന്നില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ മനസ്സുള്ളവരാണ് വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് അവർക്ക് യോനാ പ്രവാചകന്റെ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു നരേഷനാണ് മനുഷ്യന് മനസ്സിലാക്കാൻ. അതായത് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം തെറ്റാണ്. ദൈവം അങ്ങനെയുള്ള ആളല്ല. കാരണം തൻ്റെ സൃഷ്ടി നശിച്ചു പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സങ്കല്പം തെറ്റായ സങ്കല്പമാണ്. അതുകൊണ്ട് പഴയ നിയമത്തെ ദൈവത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട്, നരകത്തെക്കുറിച്ചുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് ദൈവം നരകത്തിലിടുന്നതല്ല, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുന്നതല്ല എന്ന പാസീവ് വോയിസിൽ അതിനെ കാണണം. ഇതാണ് എനിക്ക് നരകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി സ്വർഗത്തെക്കുറിച്ച് എന്താണ്? ഞാൻ രവിചന്ദ്രൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. മനുഷ്യന് സെക്സ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു സ്ഥലമാണ് എന്ത്? സ്വർഗം. കള്ളുകുടിച്ച് ബൂസാവണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സ്ഥലമാണ് സ്വർഗം. അപ്പൊ അതിന് ചില മതങ്ങൾ അങ്ങനെ പറയുന്നുണ്ടാവും. അപ്പൊ അവരെ എതിർക്കേണ്ടത് ക്രിസ്തു മതത്തിന്റെ ചുമതല അവരെ എതിർക്കുക എന്നതല്ല. ക്രിസ്തു മതത്തിന്റെ അനുയായിയുടെ ചുമതല സ്വർഗത്തെക്കുറിച്ചുള്ള ക്രിസ്തു മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാട് യേശുവിനോട് ചോദിക്കേണ്ട ഒന്ന്, സ്വർഗത്തിൽ പെണ്ണുപിടുത്തമുണ്ടോ? ഇതാണ് ചോദ്യം. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ആ സ്വർഗത്തിൽ പെണ്ണുപിടുത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു സാധാരണ വഴിപോക്കൻ്റെ ചോദ്യമാണ്. ഇനി സ്റ്റാൻഡേർഡ് ഭാഷയിൽ ചോദിച്ചാൽ, അവിടെ കല്യാണം കഴിക്കലും സെക്സ് നടത്തലും കുട്ടികളുണ്ടാക്കുന്നതും സ്വർഗത്തിലുണ്ടോ? യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ത്?
അവിടെ ചെന്നാൽ നിങ്ങൾ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അവിടെ കല്യാണം കഴിക്കലോ കഴിപ്പിച്ചു കൊടുക്കലോ കുട്ടികളെ ഉണ്ടാക്കലോ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തെ പോയിട്ട് സെക്സ് വേണമെന്ന് ആഗ്രഹമുള്ളവരാരും ക്രിസ്തു മത അനുയായിയായിട്ട് തുടരരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, സ്വർഗരാജ്യം എന്നാൽ തീറ്റയും കുടിയും ആനന്ദവുമല്ല, അത് നീതിയിലുള്ള സന്തോഷമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നീതി പുലരുന്ന ഒരു സമൂഹം നമ്മളിവിടെ സൃഷ്ടിക്കുക. അപ്പം നമുക്ക് സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് ഇത്രേ പറയുന്നുള്ളൂ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ഒരു സന്തോഷത്തിലേക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് അതിനെങ്ങനെയാണ്: നിങ്ങൾ സ്വർഗരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കുക, നീതി പുലരുന്ന ഒരു സമൂഹം. അതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. ആ സന്തോഷത്തിൻ്റെ അപ്പുറത്തുള്ളൊരു സന്തോഷം സ്വർഗരാജ്യത്തിൽ ലഭിക്കും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ടിക്കറ്റ് എന്താണ്? നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലേ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് അദ്ദേഹം ചോദിച്ചെങ്കിൽ, നമ്മൾ നടത്തുന്ന ബൈബിൾ വ്യാഖ്യാനത്തിലെ തെറ്റുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ ഇടയായതെന്ന് പറയാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. വളരെ കൃത്യമായിട്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് സഭകളെ കുറിച്ച് എനിക്കറിയില്ല. എന്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ ലോകത്തിലെ ലക്ഷ്യം? അത് മുൻപൊന്നും ഉണ്ടായിരുന്നില്ല കേട്ട. ഈ ലോകത്തിലെ ലക്ഷ്യം സ്വർഗത്തെ പോലെ ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കുക എന്നതാണ്. സ്വർഗരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ പ്രാഥമിക കടമ. അത് ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ കടമ ചെയ്തു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ കടമ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ ഹൃദയം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കണ്ണ് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ നാഡീഞരമ്പുകൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? 24 അവർ. മാവ് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? സൂര്യൻ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? നക്ഷത്രങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? 24 അവർ. അല്ല യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് സദാ പ്രവർത്തന നിരതനാണ്. ആ പിതാവ് ചെയ്യുന്ന പോലെ പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഭക്ഷണം, തീറ്റ. അപ്പൊ സ്വർഗത്തെ ചെല്ലുന്നത് കള്ളുപിടിക്കാനും പെണ്ണുപിടിക്കാനല്ല, 24 മണിക്കൂറും പണിയെടുക്കാനാണ്. അതിൽ സന്തോഷം കണ്ടെത്താനാണ്. ഹൃദയം ഒരിക്കലും എന്നോട് പരിഭവം പറഞ്ഞിട്ടില്ല. എന്ത്, ഞാൻ പണിയെടുക്കുന്നത് എനിക്ക് വിഷമാണെന്ന്. ആ പണിയെടുക്കുന്നത് തന്നെയാണ് വിശ്രമം. അപ്പോൾ 24 അവർ പണിയെടുക്കുന്നതിൽ സന്തോഷമുള്ളവരും മാത്രം ക്രിസ്തു പറയുന്ന സ്വർഗരാജ്യത്തിലേക്ക് വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ കള്ളുപിടിക്കണം പെണ്ണുപിടിക്കണം എന്നുള്ളവർക്ക് വേറെ ആൾക്കാർ പറയുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇവിടെ ഇങ്ങനെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂറും പണിയെടുക്കുമ്പോൾ ആ പണിയെടുക്കുന്നത് തന്നെ വിശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പർദീസ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ വാക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. താങ്ക് യു.